അമിത ജോലിഭാരത്തെ തുടർന്ന് ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിലെ യുവ ചാർട്ടേഡ് അക്കൗണ്ടായ അന്ന സെബാസ്റ്റ്യൻ മരിച്ച സംഭവത്തിൽ തൊഴിൽ ചൂഷണം നടത്തുന്ന കമ്പനികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഉറപ്പ് നൽകിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അന്ന സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ട് ആശ്വസിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. തുടർന്നാണ് ഇനി ഒരാൾക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടാകരുതെന്നും സാമൂഹ്യമായ തിരുത്തലാണ് ഇവിടെ ആവശ്യമായി വരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ സംഭവത്തിൽ അനീതി ഉണ്ടായതായിട്ടാണ് തോന്നുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയത്. കേന്ദ്രമന്ത്രി എന്നതിനപ്പുറം ഒരു അച്ഛൻ എന്ന നിലയിൽ പാർലമെന്റിൽ അന്നയുടെ മരണം സംബന്ധിച്ച വിഷയങ്ങൾ ഉന്നയിക്കും. തൊഴിൽ ചൂഷണം നടത്തുന്ന കമ്പനികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതേസമയം അന്നയുടെ സംസ്കാര ചടങ്ങിൽ കമ്പനിയിൽ നിന്ന് ആരും പങ്കെടുക്കാത്തതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഏണസ്റ്റ് ആൻഡ് യങ് ഇന്ത്യ ചെയർപേഴ്സൺ രാജീവ് മമാനി രംഗത്ത് വന്നിരുന്നു. ലിങ്ക്ഡ്ഇനിലെ ഒരു പോസ്റ്റിലൂടെയാണ് ഏണസ്റ്റ് ആൻഡ് യങ് ഇന്ത്യ ജീവനക്കാരിയായ അന്ന സെബാസ്റ്റ്യൻ പെരേലിന്റെ ദാരുണമായ വിയോഗത്തിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചത്. അന്നയുടെ മരണത്തിൽ തനിക്ക് അതിയായ ദുഃഖമുണ്ട് എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അവരുടെ ജീവിതത്തിലെ ശൂന്യത നികത്താൻ യാതൊന്നിനും കഴിയില്ലെങ്കിലും ഞാൻ കുടുംബത്തോട് എന്റെ അഗാധമായ അനുശോചനം അറിയിക്കുന്നു. അന്നയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയതിൽ ഞാൻ ഖേദിക്കുന്നു. ഇത് നമ്മുടെ സംസ്കാരത്തിന് തികച്ചും അന്യമാണ്. മുമ്പൊരിക്കലും ഇത് സംഭവിച്ചിട്ടില്ല, ഇനി ഒരിക്കലും സംഭവിക്കില്ല എന്നാണ് അദ്ദേഹം തന്റെ പോസ്റ്റിൽ പറഞ്ഞത്. ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനി അധികൃതർക്ക് അന്നയുടെ മാതാവ് അയച്ച കത്ത് പുറത്തു വന്നതിന് പിന്നാലെ കമ്പനിക്കെതിരെ രൂക്ഷ വിമർശനം തന്നെ ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അനുരഞ്ജന ശ്രമമെന്ന നിലയിൽ അന്നയുടെ കുടുംബത്തെ നേരിൽ കാണാൻ കമ്പനി ചെയർമാൻ എത്തുമെന്ന് വ്യക്തമാക്കുന്നത്. അന്നയുടെ കുടുംബത്തോട് ഫോണിൽ സംസാരിച്ച ചെയർമാൻ കുടുംബം ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിശോധിക്കാമെന്ന് തന്നെ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അതേസമയം സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടൽ വേണമെന്നും ഇനിയൊരാൾക്കും ഇത്തരത്തിലൊരു അവസ്ഥ വരരുത് എന്നുമാണ് അന്നയുടെ പിതാവ് വ്യക്തമാക്കുന്നത്. ഇതിനിടെ മന്ത്രി പി രാജീവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അന്നയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. വിഷയത്തിൽ കേന്ദ്രം ഇടപെടുമെന്ന് തന്നെയാണ് മന്ത്രി പി രാജീവും വ്യക്തമാക്കിയത്. അതേസമയം ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. കൂടാതെ ആഴ്ചയിൽ 40 മണിക്കൂർ ജോലി എന്ന നിർദ്ദേശവുമായി ശശി തരൂർ എംപിയും രംഗത്തെത്തുകയാണ്. ദിവസവും 8 മണിക്കൂർ വീതം ആഴ്ചയിൽ 5 ദിവസം ജോലി എന്ന ആശയവും ശശി തരൂർ മുന്നോട്ട് വയ്ക്കുന്നു. അന്നയുടെ അച്ഛൻ സിബി ജോസഫുമായുള്ള സംഭാഷണം ഹൃദയഭേദകമായിരുന്നുവെന്നും ദിവസേന 14 മണിക്കൂർ വീതം 4 മാസം തുടർച്ചയായി ഏതു മേഖലയിലെ തൊഴിലിടങ്ങളിലും നിശ്ചിത സമയ ജോലി സംബന്ധിച്ച് നിയമനിർമ്മാണം നടത്തണമെന്നും ഇക്കാര്യത്തിൽ പാർലമെന്റിൽ ഉന്നയിക്കണമെന്നും അന്നയുടെ പിതാവ് ആവശ്യപ്പെട്ടു. താനത് സമ്മതിച്ചിട്ടുണ്ട്. തൊഴിലിടങ്ങളിലെ മനുഷ്യത്വമില്ലായ്മയ്ക്ക് കടുത്ത ശിക്ഷയും പിഴയും നൽകാൻ നിയമനിർമ്മാണം നടത്തണമെന്നുമായിരുന്നു അന്നയുടെ പിതാവ് ആവശ്യപ്പെട്ടത്. പാർലമെന്റിന്റെ അടുത്ത സമ്മേളനത്തിൽ ആദ്യ അവസരത്തിൽ തന്നെ ഇക്കാര്യം ഉന്നയിക്കുമെന്ന് തന്നെ അദ്ദേഹം പോസ്റ്റിൽ കുറിച്ചു. അന്നയുടെ മാതാവ് അനിത അഗസ്റ്റിൻ ഏണസ്റ്റ് ആൻഡ് കമ്പനി ചെയർമാൻ എഴുതിയ ഹൃദയഭേദകമായ കത്തും ദേശീയ മാധ്യമങ്ങളടക്കം ഏറെ ചർച്ച ഇതോടെയാണ് അന്നയുടെ മരണത്തിൽ അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. നന്ദില ജിമാർട്ട് ബെൻസ ഓഫർ. ഗോപുനന്ദില ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. ബെൻസ ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം 5 മാരുതി എക്സ്പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.